ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൻ്റെ വാഹകരായ ഉലമാക്കൾക്ക്, പണ്ഡിതന്മാർക്ക് വലിയ ശ്രേഷ്ഠതയും സ്ഥാനവും നൽകിയതായി ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിനുള്ള, അവൻ്റെ തൗഹീദിനുള്ള സാക്ഷികളായിട്ടാണ്. അല്ലാഹു തആല പറയുന്നത് നോക്കൂ, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരും ആരാധനക്കർഹനില്ലെന്ന് ആദ്യമായി അള്ളാഹു തന്നെ അവൻ പറയുന്നു. അള്ളാഹു തന്നെ അതിന് സാക്ഷിയാണ്. അള്ളാഹുവിൻ്റെ മലായികത്തും ഈ ഏറ്റവും വലിയ ഹക്കിന് സാക്ഷിയാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അറിവുള്ള ഉലുൽ ഇൽം, പണ്ഡിതന്മാരും ഈ കാര്യത്തിന് സാക്ഷിയാണ്. അള്ളാഹു നീതി അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്, അവനല്ലാതെ ആരാധനക്കർഹനില്ല, അവൻ അസീസും ഹക്കീമുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നോക്കൂ സഹോദരങ്ങളെ, ഉലമാക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്ന് സാക്ഷ്യം വഹിച്ചവരാണ്. അല്ല, അവർ മാത്രമാണ് ഉലമാക്കൾ. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനുണ്ട് എന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന, തൗഹീദിന് നേർ വിരുദ്ധം പ്രവർത്തിക്കുന്ന, ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ ജാഹിലീങ്ങൾ മാത്രമാണ്. അവരൊരിക്കലും ഉലമാക്കൾ എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല. അത്തരം ദീനുൽ ഇസ്ലാമിന് ദ്രോഹം വരുത്തുന്ന ആളുകൾ അവരെ ജനങ്ങൾ സുൽത്താനുൽ ഉലമ എന്നോ അതല്ലെങ്കിൽ ഖമറുൽ ഉലമ എന്നോ താജുൽ ഉലമ എന്നോ എന്ത് തന്നെ വിളിച്ചാലും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം വഹിക്കാത്തിടത്തോളം കാലം, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നിലകൊള്ളാത്തിടത്തോളം കാലം അവർ യഥാർത്ഥത്തിലുള്ള ഉലമാക്കളല്ല. എന്നാൽ സഹോദരങ്ങളെ, യഥാർത്ഥത്തിലുള്ള ഉലമാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ഉലമാക്കൾ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അത്രയും വലിയ സ്ഥാനം അവർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, ഉലമാക്കൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉന്നത പദവിയും മറ്റുള്ള ജനങ്ങളെക്കാൾ ഉയർച്ചയും അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്ന് അവന്റെ കലാമായ ഖുർആനിലൂടെ അവൻ നമ്മെ അറിയിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അള്ളാഹുവിന്റെ ദീൻ പഠിച്ച പണ്ഡിതന്മാരെയും ഉയർത്തിയിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പറയുകയാണ്. ഏത് കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാക്കളെ അള്ളാഹു ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉയർത്തിയത് നമുക്കിന്നും കാണാൻ സാധിക്കുന്നതാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഉലമാക്കളെയും വളരെ കൃത്യമായി അവരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള ഒരു വക അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അങ്ങനെ ഉയർത്തുന്നത് വഴി അത് ഖിയാമത്ത് നാൾ വരെ ബാക്കി വച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹു തആല അവർക്ക് നൽകിയ വലിയൊരു ശ്രേഷ്ഠതയാണത്. അതുപോലെ സഹോദരങ്ങളെ, അള്ളാഹു തആലയുടെ അടിമകളുടെ കൂട്ടത്തിൽ തന്നെ അള്ളാഹുവിന് ഏറ്റവും നന്നായി ഭയപ്പെടുന്നത് അള്ളാഹുവിന്റെ ദീൻ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നു. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. തീർച്ചയായും അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പണ്ഡിതന്മാർ മാത്രമാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു തആല ഏറ്റവും നന്നായി ഭയപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കുമ്പോഴാണ്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നത് അള്ളാഹുവിന്റെ കലാം അവർ ഇത് കൃത്യമായി പഠിക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിന്റെ കലാമിനെ അവർ എന്നും കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തുമൊഴികളാണ് അവർക്കെന്നും അവരുടെ നാവുകളിലൂടെ ആളുകളെ അറിയിക്കാനുള്ളത്. അതിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഉലമാക്കൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നന്നായി ഭയപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ്. അവർ ഖുർആനിന്റെ ആളുകളാണ്, അവർ ഹദീസിന്റെ ആളുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, പണ്ഡിതന്മാർ അല്ലാഹു തആല ഏറ്റവും നന്നായി ഭയപ്പെടുന്ന അള്ളാഹുവിന്റെ അടിമകളാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചു വന്നിരിക്കുന്നു. മഹാനായ പണ്ഡിതൻ അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പണ്ഡിതന്മാരെ കുറിച്ച് വിശേഷിപ്പിക്കവേ അദ്ദേഹം പറയുകയാണ്, പണ്ഡിതന്മാർ യദ്ഊന മൻ ضل ഇല അൽ ഹുദാ, അവർ വഴിവെച്ചു പോയ ആളുകളെ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നവരാണ്. വയസ്ബിറൂന മിൻഹുമുൽ അദാ, ഇങ്ങനെ ആളുകളെ ക്ഷണിക്കുന്ന സമയത്തും ആളുകൾ ഒരുപാട് അവരെ ഉപദ്രവിക്കും, പ്രയാസപ്പെടുത്തും. നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ പോലും ആ ആളുകളിൽ നിന്നു തന്നെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കും. അപ്പോൾ അവർ അതിൽ ക്ഷമിക്കുന്ന ആളുകളാണ്. യുഹ്യൂന ബി കിതാബില്ലാഹിൽ മൗതാ, ഹൃദയം മരിച്ചുപോയ ആളുകളെ
അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് ജീവിപ്പിക്കുന്നവരാണ് അവർ. വയുബ്സിറൂന ബിനൂരില്ലാഹി അഹ്ലൽ അമ, കണ്ണുകൾ അന്ധത ബാധിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ വെളിച്ചം കൊണ്ട് പ്രകാശം കാഴ്ച നൽകുന്നവരാണവർ. ഫകം മിൻ ഖതീലിൻ ലിഇബ്ലീസ ഖദ് അഹ്യൗഹു, ഇബ്ലീസ് കൊന്നുകളഞ്ഞ ഹൃദയം പാപങ്ങളാൽ ശിർക്കിനാൽ ഹൃദയം മൂടിപ്പോയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള എത്ര ആളുകളെയാണ് ഈ പണ്ഡിതന്മാർ ജീവിപ്പിച്ചതായിട്ടുള്ളത്. വകം മിൻ ദാലിൻ താഇഹിൻ ഖദ് ഹുദു, എത്ര സന്മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയ ദലാലത്തിലായി പോയിട്ടുള്ള ആളുകളെയാണ് ഈ പണ്ഡിതന്മാർ യഥാർത്ഥ സന്മാർഗത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു തരികയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, പണ്ഡിതന്മാർ ഹും ഫിൽ അർളി ബിമൻസിലത്തിൻ നുജൂമി ഫിസ് സമാ, അവർ ഭൂമിയിൽ ആകാശത്തുള്ള നക്ഷത്രങ്ങൾക്ക് സമാനമായിട്ടുള്ള കാര്യമാണ്. ബിഹിം യഹ്തദി അൽ ഹൈറാനു ഫി ദുലുമാ, ഇരുട്ടിൽ തപ്പി നടക്കുന്ന ആളുകൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നത് പണ്ഡിതന്മാരാണ്. വഹാജത്തുൻ നാസ് ഇലൈഹിം അഅലമു മിൻ ഹയാതിഹിം ഇല ത്വആമി വശറാബ്, ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരെ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവന് ഭക്ഷണവും വെള്ളവും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനേക്കാളേറെ പണ്ഡിതന്മാരെ അവർക്ക് ആവശ്യമുണ്ട്. കാരണം പണ്ഡിതന്മാരിൽ നിന്നും ലഭിക്കുന്ന ആ ഭക്ഷണം എന്ന് പറയുന്നത് ഇൽമാണ്. അത് അവന്റെ ഹൃദയത്തിന്റെ ഖൽബിന്റെ ഭക്ഷണമാണ്. ഹൃദയം മരിച്ചുപോയ ഒരാൾക്ക് ഭക്ഷണവും വെള്ളവും കിട്ടിക്കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നതിൽ എന്തു കാര്യമാണുള്ളത്? അദ്ദേഹം തുടരുന്നു, വതഅതുഹും അഫ്റദു മിൻ തഅത്തിൽ ആബാഇ വൽ ഉമ്മഹാതി ബിനസ്ൽ കിതാബ്, ഖുർആൻ നേർക്ക് നേരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരനുസരിക്കുക എന്ന് പറയുന്നത് അത് ഉപ്പമാരെയും ഉമ്മമാരെയും അനുസരിക്കുന്നതിനേക്കാളും ഫർളായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിക്കണം, അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള ഉമറാക്കൾ, പണ്ഡിതന്മാർ, ഭരണാധികാരികൾ അവരെ അനുസരിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഉലമാക്കളുടെ സ്ഥാനവും അവരുടെ സാന്നിധ്യവും നാടിനും നാട്ടുകാർക്കും ഉണ്ടാകുന്ന സ്വാധീനവും ഒരാൾ മനസ്സിലാക്കിയാൽ അവരുടെ വിയോഗം എന്ന് പറയുന്നത്, അവരുടെ മരണം എന്ന് പറയുന്നത് എത്രമാത്രം മുസീബത്താണ് മുസ്ലിം ഉമ്മത്തിനുണ്ടാക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അവരുടെ മരണം എന്ന് പറയുന്നത് അത് ഇൽമിൻ്റെതുമാണ്. അവരുടെ മരണം എന്ന് പറയുന്നത് അത് അറിവില്ലായ്മയുടെ വ്യാപനത്തിന്റെ തുടക്കമാണ്. അവരുടെ മരണം എന്ന് പറയുന്നത് ഒരു നാട് അധാർമികതയിലേക്ക് കൂപ്പുകുത്താനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൻ നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അറിവ് ജനങ്ങളിൽ നിന്നും ഒറ്റയടിക്ക് ഊരിക്കളയുകയില്ല. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, പക്ഷെ ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നത്, അല്ലാഹു അതിനെ പിടിച്ചു വെക്കുന്നത് പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ്. ഹത്താ ഇദാ ലം യത്രുക് ആലിമൻ, അങ്ങനെ ഒരു നാട്ടിൽ പണ്ഡിതന്മാരായി ആരും അവശേഷിക്കാത്ത രീതിയിൽ എല്ലാവരും മരിച്ചു പോകും. അങ്ങനെ ജനങ്ങൾ അവരുടെ നേതാക്കളായി വിഡ്ഢികളായ ആളുകളെ തിരഞ്ഞെടുക്കും. അവരോട് കാര്യങ്ങൾ ചോദിക്കപ്പെടും, അറിവില്ലാത്ത നിലക്ക്, തോന്നിയ നിലക്ക് അവർ ഉത്തരം നൽകുകയും ചെയ്യും. അങ്ങനെ ആ ഉത്തരം നൽകുന്നവരും പിഴച്ചു പോകും, ആ ഉത്തരം ലഭിച്ച ആളുകളും പിഴച്ചു പോകുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, എത്ര വലിയ അപകടം പിടിച്ച കാര്യമാണ് പണ്ഡിതന്മാരുടെ മരണം എന്ന് പറയുന്നത്. ഒരു ഉമ്മത്തിനെ പൊടുന്നനെ നാശത്തിലേക്ക് തള്ളിവിടാൻ കാരണമാകുമെന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, അലൈക്കും ബിൽ ഇൽമി ഖബ്ല അൻ യുഖ്ബൽ, ഇൽമ എടുക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ പെട്ടെന്ന് അത് കരസ്ഥമാക്കേണ്ടതുണ്ട്. വഖബ്ലുഹു ദഹാബു അഹ്ലിഹി, അതിന്റെ ഇൽമ എടുക്കപ്പെടുക എന്ന് പറയുന്നത്, ഇൽമ പോയി പോകുക എന്ന് പറയുന്നത് അതിന്റെ പണ്ഡിതന്മാർ അവരുടെ മരണാനന്തരമാണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹയോട് ചോദിക്കപ്പെട്ടു, മാ അലാമത്തു സഅതി വഹലാകുൻ നാസ്, അന്ത്യദിനത്തിന്റെ അടയാളം എന്താണ്, ജനങ്ങളുടെ നാശത്തിന്റെ അടയാളം എന്താണ്? അദ്ദേഹം പറയുന്നു, ഇദാ ദഹബ ഉലമാഉഹും, ജനങ്ങളിലെ പണ്ഡിതന്മാർ മരണപ്പെടുന്നത് കണ്ടാൽ അറിയുക അന്ത്യദിനം അടുത്തിരിക്കുന്നു, അറിയുക അവർ നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, അവലം യറൗ അന്നാ നഅതിൽ അർള നൻകുസുഹാ മിൻ അത്റാഫിഹാ, നാം ഭൂമിയിൽ ചെന്ന് അതിന്റെ നാനാവശങ്ങളിൽ നിന്നും അതിനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഇതിന്റെ തഫ്സീറുകളിൽ ഒരുപാട് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ആ അഭിപ്രായങ്ങളിൽ ചിലത് ഇപ്രകാരമാണ്. മഹാനായ ഇബ്നു അബ്ബാസ്
റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ഖറാബുഹ, ആ ഭൂമിയുടെ നാശം എന്ന് പറയുന്നത് ബിമൗതി ഫുഖഹാഹിഹ വ ഉലമാഹിഹ, ആ പണ്ഡിതന്മാർ മരിക്കലാണ്, ഫുഖഹാക്കളും ഉലമാക്കളും മരിക്കലാണ്, വഅഹ്ലിൽ ഖൈരി മിൻഹ, ഭൂമിയിലുള്ള നന്മയുള്ള ആളുകളും മരിച്ചു പോകലാണ്. മഹാനായ മുഫസ്സിർ മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഹുവ മൗതുൽ ഉലമാ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരുടെ മരണമാണ്. മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് മഹാനായ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ആളുകളോട് പറയുകയാണ്, ഹാകദാ ദഹാബുൽ ഇൽം, എങ്ങനെയാണ് ഇൽമ് പോയി പോകുന്നത്, ലഖദ് ദുഫിനൽ യൗമ ഇൽമുൻ കസീറുൻ, ഇന്ന ദിവസം ഒരുപാട് ഇൽമിത ഇവിടെ മൂടപ്പെട്ടിരിക്കുകയാണ്. ആ മരണത്തോടൊപ്പം ആ ശരീരത്തോടൊപ്പം ഒരുപാട് അറിവും ഇവിടെ മൂടപ്പെട്ടിരിക്കുന്നു, ഖബറടക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, ലമാ കാന സലാഹുൽ വുജൂദി ബിൽ ഉലമാ വലൗലാഹും കാന അന്നാസു കൽ ബഹായിം, പണ്ഡിതന്മാരെ കൊണ്ടാണല്ലോ, ഇൽമു കൊണ്ടാണല്ലോ, അവരുടെ അറിവ് കൊണ്ടാണല്ലോ ജനങ്ങളെല്ലാം നന്മയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരില്ലാതെ ഇരിക്കുന്ന സമയത്ത് ജനങ്ങൾ മൃഗങ്ങളെ പോലെ ആയിത്തീരും, അതല്ല അതിനേക്കാൾ കൂടുതലായിത്തീരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഉലമാക്കളുടെ വിയോഗം എന്ന് പറയുന്നത് നമുക്ക് ദുഃഖമുണ്ടാക്കേണ്ട കാര്യമാണ്. മഹാന്മാരായ മുൻഗാമികൾ ഉലമാക്കളുടെ വിയോഗത്തിൽ ഏറെ ദുഃഖിക്കുന്നവരായിരുന്നു. മഹാനായ അയ്യൂബ് ബിൻ കൈസാൻ അസ്സഖ്തിയാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, ഇന്നി ഉഖ്ബിറു ബിമൗത്തി റജുലി മിൻ അഹ്ലി സുന്നഹ്, അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരു വ്യക്തി മരണപ്പെടുന്ന വാർത്ത എനിക്കെത്തും, ഫകഅന്നി അഫ്ഖുദു ബഅദ അഅ്ളാഇ, എൻ്റെ ശരീരത്തിലെ ചില അവയവങ്ങൾ എനിക്ക് നഷ്ടപ്പെടുന്നതിന് തുല്യമാണെന്ന് അവർ പറയുമായിരുന്നു. മഹാനായ യഹ്യ ഇബ്നു ജഅഫർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, ലൗ ഖദിർതു അൻ അസീദ ഫീ ഉംരി മുഹമ്മദ് ബിൻ ഇസ്മായിൽ മിൻ ഉംരി, എൻ്റെ ആയുസ്സിൽ നിന്നും ഒരൽപ്പം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അഥവാ ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന് എനിക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ലഫഅൽതു, ഞാനത് ചെയ്യുമായിരുന്നു. ഫഇന്ന മൗതി യകൂനു മൗതു റജുലിൻ വാഹിദ്, കാരണം എൻ്റെ മരണം എന്ന് പറയുന്നത് അതൊരു സാധാരണ മനുഷ്യന്റെ മരണം മാത്രമാണ്. വമൗതുഹു ദഹാബുൽ ഇൽം, എന്നാൽ അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് അത് ഇൽമിൻ്റെത് കൂടിയാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, മൗതു അൽഫി ആബിദിൻ അഹ്വന മിൻ മൗതി ആലിമിൻ ബസീരിൻ ബിഹലാലില്ലാഹി വഹറാമിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഹറാം ഹലാലുകളെ കുറിച്ച് നല്ല ഉൾക്കാഴ്ചയുള്ള ഒരു പണ്ഡിതന്റെ മരണമാണ് 1000 സാധാരണക്കാരായ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യർ മരിക്കുന്നതിനേക്കാളും ഗൗരവമുള്ളത്. അതല്ലെങ്കിൽ 1000 മനുഷ്യർ മരിക്കുന്നത് നിസാരമാണ് ഇവരുടെ മരണത്തെക്കുറിച്ച് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വവജ്ഹു ഖൗലി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കണമോ, അന്ന ഹാദൽ ആലിമു യഹ്ദിമു അലാ ഇബ്ലീസ കുല്ലമാ യബ്നീഹി ബിഇൽമിഹി വഇർശാദി, കാരണം ഈ പണ്ഡിതൻ എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ എല്ലാ തന്ത്രങ്ങളെയും അദ്ദേഹത്തിന്റെ അറിവ് കൊണ്ടും ഉൾക്കാഴ്ച കൊണ്ടും തകർത്തെറിയുന്നവനാണ്. വഅമ്മൽ ആബിദു, എന്നാൽ ഇബാദത്തിൽ മാത്രം മുഴുകിക്കൂടുന്നവൻ അവൻ ഖൈറുള്ളവൻ തന്നെയാണ്, പക്ഷേ ഫനഫ്ഉഹു മഖ്സൂറുൻ അലാ നഫ്സി, അവന്റെ ഖൈർ എന്ന് പറയുന്നത് അത് അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു പണ്ഡിതന്റെ മരണം 1000 സാധാരണ ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ഒരാളെക്കാളും വലിയതാണ് എന്നവർ പറയാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ മരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് മുസീബത്തുകളും ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, ഉലമാക്കളുടെ മരണം നമുക്ക് ഒരുപാട് പാഠങ്ങൾ കൂടി നൽകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലമാക്കൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനങ്ങളും ശ്രേഷ്ഠതകളും നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ ദീനിൽ അറിവ് പഠിക്കുകയും ആ ഉലമാക്കളുടെ മാർഗത്തിൽ മുന്നേറാനും മുൻഗാമികളോടൊപ്പം ചേരാനുമുള്ള പരിശ്രമവും സഹോദരങ്ങളെ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം ഉലമാക്കൾ എന്ന് പറയുന്നത് അത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ ആകാശഭൂമിയിലുള്ള മുഴുവൻ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ നടത്താൻ, പാപങ്ങൾ പുറത്തു കൊടുക്കാനുള്ള മാർഗമാക്കിയിട്ടുണ്ട്, കാരണക്കാരാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ആ ഉലമാക്കളുടെ മാർഗം, ഇൽമിന്റെ മാർഗം സഹോദരങ്ങളെ, അത് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹ്ഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയും അവൻ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. വഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ റിദൻ ലിതാലിബിൽ ഇൽം. അറിവ് പഠിക്കുന്ന ആളുകൾക്ക് മലായികത്തുകൾ അവരുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. വഇന്ന താലിബൽ ഇൽമി യസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാഇ വൽ അർദ്. അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന ഒരാൾക്ക്, ഒരു പണ്ഡിതൻ, ഒരു മതവിദ്യാർത്ഥിക്ക് ആകാശഭൂമികളിലുള്ള മുഴുവൻ ആളുകളും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നതാണ്. ഹത്തൽ ഹൈതാനു ഫിൽ മാ. സമുദ്രത്തിലുള്ള ചെറു മത്സ്യങ്ങൾ വരെ അവിടുന്ന് പറയുന്നു വഇന്ന ഫദ്ലൽ ആലിമി അലൽ ആബിദി കഫദ്ലിൽ ഖമരി അലാ സാഇരിൽ കവാകിബ്. ഒരു പണ്ഡിതന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ആകാശത്തുള്ള നക്ഷത്രത്തെക്കാൾ ചന്ദ്രൻ എത്രമാത്രം തിളങ്ങുന്ന അവസ്ഥയിലുണ്ട്, എത്രമാത്രം അത് പ്രത്യേകമായി കാണിക്കുന്നു. അതേപോലെ തന്നെയാണ് ഇന്നൽ ഉലമാഹും വറസത്തുൽ അംബിയ. തീർച്ചയായും പണ്ഡിതന്മാരെന്ന് പറയുന്നത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. ഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ. അമ്പിയാക്കൾ മരിച്ചു പോകുന്ന സമയത്ത് അവർ സ്വർണമോ വെള്ളിയോ അനന്തരം ബാക്കി വെക്കാറില്ല. ഇന്നമാ വറസു അൽ ഇൽം. അവർ ബാക്കി വെച്ചിട്ടുള്ളത് അറിവാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. ആരാണോ അത് കരസ്ഥമാക്കിയത് ഏറ്റവും വലിയ ഓഹരി തന്നെയാണ് അവൻ കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഉലമാക്കൾ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അവരുടെ ആ വഴിയിലേക്ക് നമ്മളും പ്രവേശിക്കുക എന്നുള്ളതാണ്. നമ്മളിൽ സാധിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക. ഇനി നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളെ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നവരാക്കി മാറ്റാനുള്ള പരിശ്രമം നമ്മൾ ഉണ്ടാക്കുക. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗമെങ്കിലും, ഒരു ശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുക. അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ നമ്മുടെ നാടുകളിൽ വളർത്തിയെടുക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക എന്നുള്ളത് ഇത്തരം സമയങ്ങളിൽ നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഈ ഉമ്മത്തിന് മുഴുവനും ഖിദ്മത്തുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അവരെ കുറിച്ചുള്ള നന്മകൾ നമ്മൾ പ്രചരിപ്പിക്കണം. അവരെ കുറിച്ച് ആരെങ്കിലും ഒക്കെ മോശം പറയുന്നത് അത് തൊട്ട് നമ്മൾ കരുതിയിരിക്കേണ്ടതാണ്. അത്തരക്കാരെ നമ്മൾ കരുതിയിരിക്കേണ്ടതാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരെങ്കിലും എൻ്റെ വലിയനോട് ശത്രുത പ്രഖ്യാപിച്ചാൽ, അല്ലാഹുവിന്റെ വലിയനോട് ശത്രുത പ്രഖ്യാപിച്ചാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാനിതാ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരങ്ങൾ, ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന പണ്ഡിതന്മാരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നത് എന്ന് നാം വിസ്മരിച്ചുകൂടാ. അല്ലാഹുവിന്റെ ദീൻ പഠിക്കുകയും അത് ജീവിതത്തിൽ അതുപോലെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഉലമാക്കൾ അല്ലാഹുവിന്റെ വലിയകൾ തന്നെയാണ് തീർച്ച. അതുകൊണ്ട് അത്തരം വലിയകളായ അല്ലാഹുവിന്റെ പണ്ഡിതന്മാരെ ആരെങ്കിലും ഒക്കെ മോശമാക്കി ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ശത്രുവാണ്. അല്ലാഹു അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ അബൂ ഹാത്തിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു തരുന്നു, അലാമത്തു അഹ്ലിൽ ബിദ്അ അൽ വഖിഅതു ഫി അഹ്ലിൽ അസർ. ബിദ്അത്തുകാരുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ് അവർ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരെ ചീത്ത പറയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവരെ കണ്ടാൽ തിരിച്ചറിയുക. ബിദ്അത്തിന്റെ ലക്ഷണം, ബിദ്അത്തുകാരാണ് അവരെന്നുള്ളത് അത് വളരെ കൃത്യമായി അറിയുന്നതാണ്. അതിനേക്കാൾ ഉപരിയാണ് പണ്ഡിതന്മാർ മരിക്കുന്ന സമയത്ത്, അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ മരിക്കുന്ന സമയത്ത് സന്തോഷിക്കുകയും അവരെ കളിയാക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ 2 ദിവസം മുമ്പ് സഹോദരങ്ങളെ, മഹാനായ പണ്ഡിതൻ മദീനയിൽ ഉണ്ടായിരുന്ന അൽ അല്ലാമ റബീ ബിൻ ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാഹു തആല വഫാത്തായപ്പോൾ നമുക്കത് വളരെ വ്യക്തമായി പ്രകടമായിട്ടുള്ള കാര്യമാണ്. ബിദ്അത്തിന്റെ ആളുകൾ സന്തോഷിച്ചു. അവർ പറഞ്ഞു, ഇതാ ഫലസ്തീൻ പോരാട്ടത്തെ വിമർശിക്കുന്ന, അതിനോടെതിരായിട്ടുള്ള ഒരു മദ്ഖലി മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കിയവരെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, എത്ര വലിയ ക്രൂരമായ ആരോപണമാണ് പറയുന്നത്. ഏതൊരു മുസ്ലിമാണ് ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത്? ഏതൊരു മുസ്ലിമാണ് ഫലസ്തീനികൾക്ക് വിജയമുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവർ? ഏതൊരു മുസ്ലിമാണ് അവിടെയുള്ള യഹൂദർ നശിച്ചു പോകേണ്ടതാണ് എന്ന് ആഗ്രഹിക്കാത്തവരായിട്ടുള്ളത്? എന്നിട്ടൊരു പണ്ഡിതനെതിരെ അയാൾ ജൂതചാരനാണെന്നും അയാൾ കൊട്ടാരം പണ്ഡിതനാണെന്നും അയാൾ ഫലസ്തീനികൾക്കെതിരാണെന്നും കള്ള പ്രചരണം നടത്തിയിട്ട് അത്തരം പണ്ഡിതന്മാർ മരിക്കുമ്പോൾ ആളുകൾക്കിടയിൽ അവരെ വഷളാക്കിക്കൊണ്ട്, മോശമാക്കിക്കൊണ്ട് സഹോദരങ്ങളെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം വേറെയാണ്. അവരുടെ ബിദ്അത്തുകൾ പൊളിക്കുന്ന പണ്ഡിതന്മാരോടുള്ള വെറുപ്പും ദേഷ്യവും അല്ലാതെ മറ്റൊന്നുമല്ല. അവരുടെ തീവ്ര ആശയങ്ങളെ, ഖവാരിജിയത്തിനെ, അവരുടെ ഇഖ്വാനിയത്തിനെ പൊളിച്ചെടുക്കുന്ന സമയത്ത്, ലോകത്ത് അവരുണ്ടാക്കുന്ന അക്രമങ്ങളെ കൃത്യമായി എതിർക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ അവർക്ക് പല രൂപത്തിൽ ആളുകൾക്കിടയിൽ സഹോദരങ്ങളെ മോശമാക്കി ചിത്രീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം. അതല്ല എങ്കിൽ നിഷ്കളങ്കരായ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുകയും അത് ജീവിതത്തിൽ അമലാക്കുകയും ചെയ്ത മഹാന്മാരായ ഉലമാക്കളാണ് അവർ എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹു തആല
അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, മനിസ്തഖഫൽ ബിൽ ഉലമാഇ ദഹബത് ആഖിറതുഹു, ആരാണോ ഉലമാക്കളെ കുറവാക്കുന്നത്, ഉലമാക്കളെ കളിയാക്കുന്നത്, അവന്റെ ആഖിറത്ത് പോയിട്ടുണ്ട്. വമനിസ്തഖഫ ബിൽ ഉമറാഇ ദഹബത് ദുനിയാഹു, ആരാണോ ഭരണാധികാരികളെ കുറവാക്കുന്നത്, അവരെ കളിയാക്കുന്നത്, അവരുടെ ദുനിയാവും പോയിട്ടുണ്ട്. ഈ രണ്ട് നഷ്ടങ്ങളും ഒരുമിച്ച് പറ്റിയ ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇഖ്വാനികളായിട്ടുള്ള ആളുകൾ മുസ്ലിം ഭരണാധികാരികളെ എല്ലായിടത്തും അവരെ കാഫിറാക്കുകയും അവർക്കെതിരെ ആളുകളെ വസന്തങ്ങൾ എന്ന് പറഞ്ഞും മറ്റുമൊക്കെ ആളുകളെ കൂട്ടുകയും പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ ദുനിയാവിനെ നഷ്ടപ്പെടുത്തുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആഖിറത്തിനെയും അവർ നഷ്ടപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള ഉലമാക്കളെ അംഗീകരിക്കുന്നതിന് പകരം, അവരെ ബഹുമാനിക്കുന്നതിന് പകരം, അവരുടെ ഇൽമ് ആളുകളിൽ എത്തിക്കുന്നതിന് പകരം അവരെ പരിഹസിക്കുകയും അവരെ ആളുകൾക്ക് മുന്നിൽ അവരെടുക്കില്ലാത്തതായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഹമ്മാദ് ഇബ്നു സെയ്ദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിൽ നിന്നും കാണാൻ സാധിക്കും, അദ്ദേഹം പറയുന്നു, ഹളർതു അയ്യൂബ സഖ്തിയാനി, ഞാൻ ഒരിക്കൽ അയ്യൂബ സഖ്തിയാനിയുടെ അടുക്കലേക്ക് എത്തി. വഹുവ യുഗസ്സിലു അഹദു അസ്ഹാബി, അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു പണ്ഡിതന്റെ മയ്യത്ത് അദ്ദേഹം കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹുവ യഖൂൽ, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇന്നല്ലദീന യതമന്നൗന മൗത അഹ്ലി സുന്നഹ്, അഹ്ലുസുന്നത്തിൽപ്പെട്ട പണ്ഡിതന്മാർ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഖുർആനിൽ ആയത്തോതി, യുരീദൂന അയ്യുത്ഫിഉ നൂറല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശം അണക്കാനാണ് അവർ ശ്രമിക്കുന്നത്, ബിഅഫ്വാഹിഹിം, അവരുടെ വാക്കുകൾ കൊണ്ട് മാത്രം, വയഅബല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹ്, അല്ലാഹു അവന്റെ പ്രകാശം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അണക്കാൻ സമ്മതിക്കുകയില്ല. വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികളായ ആളുകൾക്ക് അതിനോട് വെറുപ്പുണ്ടായാലും ശരി എന്ന് അദ്ദേഹം പാരായണം ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതാണ് നമുക്കും പറയാനുള്ളത്. ബിദ്അത്തുകാർക്ക് എത്ര വലിയ പ്രയാസം സലഫി ഉലമാക്കളെ കൊണ്ടുണ്ടാക്കിയാലും ഇനിയും അങ്ങനെയുള്ള ഉലമാക്കൾ ഉണ്ടാവുകയും അവരുടെ ബിദ്അത്തുകളെ സമൂഹ മധ്യേ അത് കാണിക്കുകയും അവരെ നടുവൊടിക്കുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ സുന്നത്താണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആലിമ് മരണപ്പെട്ടത് കൊണ്ട് അവരുടെ ബിദ്അത്തുകളെ തലപൊക്കാൻ സാധിക്കുകയില്ല. അതിനേക്കാളേറെ ഒരുപാട് ഉലമാക്കൾ ഇനിയും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ നിലനിർത്തും എന്നുള്ളത് നമുക്കൊരു ആശ്വാസം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ യാ അർഹമർ റഹീമീൻ. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم.